നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അമേരിക്കയും ഇസ്രയേലും നടത്തിയ സംയുക്ത ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിന് പിന്നാലെ തിരിച്ചടി കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ. ഇസ്രയേൽ അമേരിക്ക സംയുക്ത ആക്രമണത്തിനു ശേഷം ഇറാൻ ആദ്യഘട്ടത്തിൽ തിരിച്ചടിച്ചിരുന്നു. ഇതിനുശേഷം ഇപ്പോൾ അമേരിക്കയുടെ വിവിധ രാജ്യങ്ങളിലെ സൈനിക താവളങ്ങൾ അടക്കമുള്ള 27 കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്തുകയാണ്. ഖമനേയിയുടെ വധത്തിനുശേഷം ഇതുവരെ കാണാത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാഖ് എർബിലിലെ US സൈനിക താവളത്തിനു നേരെയും ആക്രമണം ഉണ്ടായി. ശക്തമായ തിരിച്ചടി നൽകാനാണ് ഇറാന്റെ ശ്രമം. ഇതിനായി ഇറാൻ കളത്തിലിറക്കുന്നത് ഹൂതികളെയാണ്. സൗദി അതിർത്തി പ്രദേശങ്ങളിലേക്ക് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഹൂതികൾ പലതവണ നടത്തിയിട്ടുണ്ട്. 2014 യമൻ തലസ്ഥാനമായ സന പിടിച്ചെടുത്ത ഹൂതികൾ 2015 സൗദി ഇടപെടലിനു ശേഷം യമൻ ആഭ്യന്തര യുദ്ധത്തിൽ നിർണായക ശക്തിയായി മാറിയിരുന്നു. സൗദിയിലെ എണ്ണപ്പാടങ്ങൾ, വിമാനത്താവളങ്ങൾ എന്നിവ ലക്ഷ്യമാക്കി ഹൂതികൾ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളും നടത്തിയിട്ടുണ്ട്. ഹൂതി വിമതർ സൗദി അറേബ്യയിലെ മക്ക, മദീന നഗരങ്ങളെ ലക്ഷ്യമാക്കി പലതവണ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ നീക്കങ്ങൾക്കെതിരെ വലിയ രാജ്യാന്തര പ്രതിഷേധവും ഉയർന്നിരുന്നതാണ്. സൗദി നേതൃത്വത്തിലുള്ള സഖ്യസേന ഈ ആക്രമണങ്ങളെ പരാജയപ്പെടുത്തിയിരുന്നു. ഹൂതികളുടെ ഭീഷണികളെ നേരിടാൻ സുരക്ഷ ശക്തമാക്കുകയും ചെയ്തിരുന്നു. ഇസ്ലാമിന്റെ ഏറ്റവും പവിത്രമായ സ്ഥലങ്ങളെ വരെ ആക്രമിച്ച ഹൂതികൾ ലോകമെമ്പാടുമുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾക്കും ഭീഷണി തന്നെയാണ്. ഹൂതികളുടെ ആക്രമണ സാധ്യതകൾ തടയാൻ സൗദി അറേബ്യ മക്കയിലും മദീനയിലും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇറാൻ ഹൂതികളെ ഇറക്കിയ സാഹചര്യത്തിൽ സൗദി വ്യോമപാത അടച്ചിരിക്കുകയാണ്. ഇറാൻ സൗദി ബന്ധം ഒരു കാലത്തും സൗമ്യമായിരുന്നില്ല. ഒമാൻ ഒഴികെയുള്ള 5 ഗൾഫ് രാജ്യങ്ങളിലേക്കും തുടരെ മിസൈൽ വർഷിച്ച ഇറാന്റെ പ്രത്യാക്രമണം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ നടന്ന ആക്രമണത്തിൽ ഇതുവരെ 2 പേർ കൊല്ലപ്പെട്ടു. 100 കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. 137 മിസൈലുകളും 209 ഡ്രോണുകളുമാണ് UAE ലക്ഷ്യമിട്ട് ഇറാൻ മണിക്കൂറുകൾ വ്യത്യാസത്തിൽ തൊടുത്തുവിട്ടത്. ഖത്തറിലേക്കും എത്തി 16 മിസൈലുകൾ. UAE ഒരാൾ മരിക്കുകയും ഖത്തറിൽ 16 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സൗദി അറേബ്യ, കുവൈറ്റ്, ബഹ്റൈൻ എന്നീ GCC രാജ്യങ്ങളെയും ഇറാൻ ആക്രമിച്ചിരുന്നു. ബഹ്റൈനിൽ അമേരിക്കയുടെ നാവികസേന ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് ഇറാൻ സൈന്യം ആദ്യ ആക്രമണം നടത്തിയത്. തൊട്ടുപിന്നാലെ തുരുതുരാ മിസൈലുകൾ വന്നു. പലതും പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തടയുകയായിരുന്നു. ചിലത് ലക്ഷ്യം കണ്ടു. ചിലത് ആകാശത്ത് വെച്ച് തകർത്തപ്പോൾ അവശിഷ്ടങ്ങൾ വീണ്ടും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുമുണ്ട്. ദുബായ് വിമാനത്താവളം, ബുർജ് അൽ അറബ് ഹോട്ടൽ, പാം ജുമൈറ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം UAE ആക്രമണം ശക്തമാണ്. അമേരിക്കൻ ചാരസംഘടനയായ CIA ദുബായിലെ ഓഫീസ് ആക്രമിക്കപ്പെട്ടു. പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ 27 കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ മേഖലയിലുണ്ടായ അതീവ ഗുരുതരമായ സംഘർഷാവസ്ഥ ചർച്ച ചെയ്യാൻ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ വിവിധ ലോക നേതാക്കളുമായി ഫോണിൽ സംസാരിച്ചു. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ്, ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ, സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വുസിക്, ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔൺ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്ൻ എന്നിവരുമായും സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദുമായും ടെലിഫോണിൽ ചർച്ച നടത്തി. മേഖലയിലെ സുരക്ഷയെയും സ്ഥിരതയെയും ഇറാന്റെ നടപടി ഗുരുതരമായി ബാധിക്കുമെന്ന് ലോക നേതാക്കൾ ആശങ്ക പ്രകടിപ്പിച്ചു. UAEക്കും ബഹ്റൈനും നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങളെ ഷെയ്ഖ് മുഹമ്മദും ബഹ്റൈൻ രാജാവും ശക്തമായി അപലപിച്ചു. UAEയുടെ പരമാധികാരത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ നേതാക്കൾ ശക്തമായി അപലപിക്കുന്നു. ഇത് രാജ്യാന്തര നിയമങ്ങളുടെയും ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിന്റെയും നഗ്നമായ ലംഘനമാണെന്ന് അവർ വ്യക്തമാക്കി. സമാധാനം നിലനിർത്തുന്നതിന് അടിയന്തരമായി സൈനിക നടപടികൾ അവസാനിപ്പിക്കണമെന്നും പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെയും നയതന്ത്രപരമായ മാർഗങ്ങളിലൂടെയും പരിഹരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. UAEയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും തങ്ങളുടെ പൂർണ്ണ പിന്തുണ നേതാക്കൾ ഉറപ്പു നൽകി. ഇറാൻ ആക്രമണത്തെ സൗദി ശക്തമായി അപലപിച്ചിട്ടുണ്ട്. UAEക്ക് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച സൗദി കിരീടാവകാശി രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി ഏതു നടപടിയും സ്വീകരിക്കാൻ സൗദി തയ്യാറാണെന്നും അറിയിച്ചു. സൗദിയുടെ പിന്തുണയ്ക്ക് UAE പ്രസിഡന്റ് നന്ദി രേഖപ്പെടുത്തി. അബുദാബിയിൽ മിസൈൽ ഷെൽ പതിച്ച് പാകിസ്ഥാൻ പൗരനും ഇന്നലെ രാത്രി സായിദ് രാജ്യാന്തര വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിൽ വിമാനത്താവള ജീവനക്കാരനുമാണ് മരിച്ചത്. ദുബായ് രാജ്യാന്തര വിമാനത്താവളവും ആക്രമിക്കപ്പെട്ടു. ആർക്കും ആളപായമില്ല. ടെർമിനൽ 3-ലാണ് ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും ആക്രമണം ഉണ്ടായത്. ദുബായിയുടെ പ്രതീകങ്ങളിലൊന്നായ അത്യാഡംബര ഹോട്ടൽ ബുർജ് അൽ അറബ് ആക്രമിക്കപ്പെട്ടു. മിസൈൽ ഭാഗങ്ങൾ വീണ് ഹോട്ടലിന് കേടുപാടുകൾ സംഭവിച്ചു. ദുബായിലെ തന്ത്രപ്രധാനമായ ജബൽ അലി തുറമുഖവും ആക്രമണം നേരിട്ടു.
തീപിടുത്തമുണ്ടായി. ദുബായിയുടെയും അബുദാബിയുടെയും ജനവാസ മേഖലയ്ക്ക് മുകളിലാണ് മിസൈൽ പ്രതിരോധം നടന്നത്. ജനങ്ങൾ ഭീതിയിലാണ്. അരമണിക്കൂർ ഇടവിട്ട് ഉഗ്രസ്ഫോടന ശബ്ദം ദുബായിലും അബുദാബിയിലും കേൾക്കുന്നുണ്ട്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സന്ദേശം മൊബൈൽ ഫോണുകളിൽ തുടരെ എത്തുന്നു. വീടുകൾക്ക് വെളിയിൽ ഇറങ്ങരുതെന്നും ജനലുകൾക്ക് സമീപം നിൽക്കരുതെന്നും ബാൽക്കണികളിൽ പോകരുതെന്നും സന്ദേശത്തിൽ പറയുന്നു. UAEയും ബഹ്റൈനുമാണ് ഏറ്റവും രൂക്ഷമായ ആക്രമണം നേരിടുന്നത്. ബഹ്റൈനിൽ വൻകിട പാർപ്പിട സമുച്ചയങ്ങളിൽ അടക്കം ആക്രമണമുണ്ടായി. മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കുണ്ട്. ദുബായിയുടെയും അബുദാബിയുടെയും രാജ്യാന്തര വിമാനത്താവളങ്ങൾ ആക്രമിക്കപ്പെട്ടത് ഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കും. വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തി. രാജ്യത്ത് ഡ്രോൺ, പാരാഗ്ലൈഡിംഗ് പറത്തലുകൾക്ക് നിരോധനം ഏർപ്പെടുത്തി. കുവൈറ്റിലും ഖത്തറിലും സൗദിയിലും രാത്രി വൈകിയും ആക്രമണം തുടർന്നിരുന്നു. വിമാനത്തിൻ്റേതുപോലെയുള്ള ഇരമ്പലുകൾ എവിടെയും ഇപ്പോഴും കേൾക്കാം. ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. പിന്നീട് ഇത് മറ്റു കേന്ദ്രങ്ങളിലേക്കും ഗൾഫ് രാജ്യങ്ങളുടെ സ്വന്തം സൈനിക താവളങ്ങളെയും ലക്ഷ്യമാക്കി. ഖത്തറിന്റെ തലസ്ഥാനമായ നോഹയുടെ നഗരപ്രദേശത്ത് കനത്ത ഷെല്ലിംഗ് നടന്നു. കറുത്ത പുകച്ചുരുളുകളാണ് നഗരമെങ്ങും. ഇതിന്റെ വ്യാപ്തി വ്യക്തമല്ല. 6 രാജ്യങ്ങളാണ് GCCയിലുള്ളത്. മധ്യസ്ഥ ചർച്ചകൾക്കും സമാധാന ശ്രമങ്ങൾക്കും പേരുകേട്ട ഖത്തറും ഇതിൽ ഉൾപ്പെടും. എന്നാൽ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ നിന്ന് ഖത്തറിനും രക്ഷ കിട്ടിയിട്ടില്ല. ഒമാനെ മാത്രമാണ് ഇറാൻ ആക്രമിക്കാത്തത്. എന്തുകൊണ്ട് ഒമാനെ മാത്രം ഇറാൻ വെറുതെ വിടുന്നു എന്ന ചോദ്യവും ഉയർന്നിട്ടുണ്ട്. അവിടെയാണ് ഒമാന്റെ വ്യത്യസ്തമായ നയം ചർച്ചയാകുന്നത്. ഒമാനിൽ സ്ഥിരമായ അമേരിക്കൻ സൈനിക താവളമില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്നാൽ ഒമാന്റെ താവളങ്ങൾ ഉപയോഗിക്കാൻ അമേരിക്കൻ സൈന്യത്തിന് കഴിയും. അത്തരത്തിലുള്ള കരാറുകൾ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒമാന്റെ സേനാ താവളങ്ങൾ, തുറമുഖം എന്നിവ അമേരിക്കൻ സൈന്യം ഉപയോഗിക്കാറുണ്ട്. എങ്കിലും മറ്റു രാജ്യങ്ങളെ പോലെ സ്ഥിരം US താവളം ഒമാനിലില്ല. 50 വർഷത്തിലധികമായി ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഒമാൻ. 1970കളിൽ ദോഫോർ മാർക്സിസ്റ്റ് കലാപം നടന്നപ്പോൾ സുൽത്താൻ ഖാബൂസിനെ സഹായിക്കാൻ ആയിരക്കണക്കിന് സൈനികരെ ഇറാൻ അയച്ചിരുന്നു. 1979ൽ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാനിൽ പുതിയ ഭരണകൂടം നിലവിൽ വന്നപ്പോഴും ഒമാൻ അടുത്ത സൗഹൃദം തുടർന്നിരുന്നു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ ചർച്ചയ്ക്ക് വേദിയായത് ഒമാനായിരുന്നു. സൗദിയും ഹൂതികളും തമ്മിലുള്ള ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിച്ചതും ഒമാൻ തന്നെയാണ്. മേഖലയിലെ ഏത് വിഷയത്തിലും നിഷ്പക്ഷ നിലപാടാണ് ഒമാൻ എടുക്കാറുള്ളത്. മറ്റു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഒമാൻ ഇടപെടാറില്ല. തർക്കത്തിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാവുകയും ചെയ്യും. ഒമാനെ ആക്രമിക്കുന്നത് ഇറാന് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യവും എടുത്തു പറയേണ്ടതാണ്. തന്ത്രപ്രധാന കപ്പൽ പാതയായ ഹോർമുസ് കടലിടുക്ക് ഇറാനും ഒമാനുമാണ് നോക്കുന്നത്. ഇറാനെ പിണക്കിയാൽ ഒമാനും, ഒമാനെ പിണക്കിയാൽ ഇറാനും ഹോർമുസിൽ തിരിച്ചടി ലഭിക്കും. ഇറാൻ ഒമാൻ എണ്ണ പൈപ്പ് ലൈൻ പദ്ധതി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗദി ഉൾപ്പെടെയുള്ളവർ പല വിഷയങ്ങളിലും ഇറാനെ കുറ്റപ്പെടുത്തുമ്പോൾ ഒമാൻ നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിക്കാറുള്ളത്. മലയാളി വാർത്ത ഇൻസൈഡ്.